സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ നേരിടാൻ ഭരണപക്ഷം എന്തിനും തയ്യാറായി നിൽക്കുന്നു. ഒരുപക്ഷെ ഒരു സംഘട്ടനത്തിലേക്ക് നീങ്ങുമോ എന്ന സംശയം പോലും ഉയർന്നു വന്ന നിമിഷങ്ങൾ. കഴിഞ്ഞ ദിവസം ഭരണപക്ഷം നടുത്തളത്തിൽ ഇറങ്ങുകയും പരസ്പരം വാഗ്വാദവും ഉന്തും തള്ളും ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയില്ല. അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. സഭ വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പി രാജീവും എഴുന്നേറ്റു. ആ ഘട്ടത്തിലാണ് പി രാജീവ് ഒരു വെടി പൊട്ടിച്ചത്. പ്രതിപക്ഷത്തിന് നേരെയുള്ള സുപ്രധാനമായ വെടി. അതൊന്ന് കാണാം. സാർ, ഇവിടെ അവസാനം എന്തോ അടിച്ചുകൊണ്ട് പോയ കാര്യം പറഞ്ഞല്ലോ സാർ. സാർ, ഇവിടെ എന്തോ അടിച്ചുകൊണ്ട് പോയ കാര്യം പറഞ്ഞല്ലോ സാർ. ഞാൻ അതിലേക്ക് പറയുന്നില്ല, ബഹുമാനായ മന്ത്രി ചർച്ചയിലൊക്കെ പറയും. സാർ, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് രാഹുൽ ഗാന്ധിയിൽ നിന്ന് 2,30,000 രൂപ കൈപ്പറ്റിയതായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, കെ സുധാകരൻ MP, KPCC പ്രസിഡന്റ്. സാർ, രാഹുൽ ഗാന്ധിയുടെ 2,30,000 രൂപ വരെ അടിച്ചുകൊണ്ടുപോയ ആളുകൾ എന്തായി പറയാമാണ് നാം കാണേണ്ടത്. അത്രമാത്രം ദയനീയ അവസ്ഥയിലാണ് പ്രതിപക്ഷമുള്ളത്. എന്തൊക്കെയോ മറക്കാനുണ്ട് പ്രതിപക്ഷത്തിന് എന്നതിൽ സംശയമേ ഇല്ല. ഡിസംബർ ജനുവരി മാസത്തിൽ സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനം വയനാട് പൂർത്തിയാകും. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചർച്ചയുണ്ട്. എവിടെ പോയി കോൺഗ്രസിന്റെ വീട്? എവിടെ പോയി യൂത്ത് കോൺഗ്രസിന്റെ വീട്? എവിടെ പോയി മുസ്ലിം ലീഗിന്റെ വീട് എന്ന ചോദ്യം. മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പണി നടക്കുന്നുണ്ട്. പക്ഷേ വാങ്ങിയ സ്ഥലത്ത് മുഴുവൻ വീട് നിർമ്മിക്കാൻ കഴിയില്ല. ഒരേക്കറിൽ മാത്രമാണ് വീട് നിർമ്മിക്കാൻ കഴിയുക. അവിടെ വീട് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അത് മറികടക്കാൻ കഴിയുമോ എന്നറിയില്ല. എന്നിരുന്നാലും ഡിസംബർ മാസത്തോടെ, എന്ന് വെച്ചാൽ സർക്കാരിന്റെ പുനരധിവാസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകാമെന്നേറ്റ വീടിന്റെ നിർമ്മാണം പൂർത്തിയാകില്ല. സർക്കാരിൽ നിന്ന് പണം വാങ്ങി മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് മുസ്ലിം ലീഗിന്റെ വീട് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഏകദേശം 100ഓളം കുടുംബങ്ങൾ തെരുവാധാരമാകും. സർക്കാരിന്റെ പുനരധിവാസം പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാ മാസവും നൽകുന്ന വാടക നൽകില്ല. അപ്പോൾ വാടക നൽകേണ്ടി വരും. മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയ കുടുംബങ്ങൾക്ക് അത് മറ്റൊരു സാമ്പത്തിക ബാധ്യത മുസ്ലിം ലീഗിനുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പണം പിരിച്ച് മുക്കിയ ഒരു കൂട്ടരുണ്ട്. അത് മറ്റാരുമല്ല, കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് പ്രഖ്യാപിച്ചത്, KPCC പ്രഖ്യാപിച്ചത് 100 വീടുകളാണ്. കർണാടക സർക്കാർ പ്രഖ്യാപിച്ചത് 100 വീടുകളാണ്. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് 100 വീടുകളാണ്. അതുകൂടാതെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് 30 വീടുകളാണ്. KPCCയും യൂത്ത് കോൺഗ്രസും പണം പിരിച്ചിട്ടുണ്ട്. ആ പണം എന്ത് ചെയ്തു? അങ്ങനെ പിരിച്ച പണത്തിൽ ഒരു തുകയാണ് മന്ത്രി പി രാജീവ് ഇന്ന് സഭയിൽ വെളിപ്പെടുത്തിയത്. 2,30,000 രൂപ വീട് നിർമ്മിച്ച് നൽകാൻ, അതല്ലെങ്കിൽ വയനാട് പുനരധിവാസത്തിന് കൈമാറിയിരുന്നു KPCCക്ക് രാഹുൽ ഗാന്ധി. ഇതുവരെയും അത് സംബന്ധിച്ച് ഒരു നടപടിക്രമങ്ങളും മുന്നോട്ട് പോയില്ല. ആ പണം എന്തു ചെയ്തു? അത് അക്കൗണ്ടിലുണ്ട് എന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. അക്കൗണ്ടിലുണ്ട്, എന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടാണ് എന്ന്. എന്തിനാണ് അക്കൗണ്ടിൽ പണം വെക്കുന്നത്? എന്തുകൊണ്ടാണ് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് പുനരധിവാസ പ്രവർത്തനത്തിന് ഭാഗമാകാത്തത്? അതല്ലെങ്കിൽ ആ പണം സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മുഖം രക്ഷിക്കാനെങ്കിലും കോൺഗ്രസ് തയ്യാറാകണ്ടേ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത് ചെയ്യാത്തത്? തുടങ്ങിയ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉയർന്നു വരും. ഡിസംബറിലാണ് ഇപ്പോൾ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയാകുന്നത്, വീട് നിർമ്മിച്ച് കൈമാറുന്നത്. അതിനുശേഷമാണ് ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുക. വീടുകളുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായിരിക്കുന്നു. റോഡ് നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡിസംബർ മാസത്തിൽ വീടുകൾ കൈമാറാൻ കഴിയുമെന്ന് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർമ്മാണ കമ്പനിയും അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറുപടി പറയേണ്ടി വരും കോൺഗ്രസ് നേതൃത്വം, എവിടെ നിങ്ങൾ പ്രഖ്യാപിച്ച വീടുകൾ എന്ന്. മറുപടി പറയേണ്ടി വരും യൂത്ത് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും, എവിടെ നിങ്ങൾ പിരിച്ച പണം എന്ന്. എല്ലാം ബാങ്കിൽ കിടക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് ആർക്ക് വേണ്ടിയാണോ പിരിച്ചെടുത്തത് അവർക്ക് ഉപകാരപ്രദമാകണം. അത് ആകുന്നില്ലെങ്കിൽ ആ പണം കൊള്ളയടിച്ചു, അല്ലെങ്കിൽ ആ പണം പോക്കറ്റിലേക്ക് മാറ്റി, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിന് ആ പണം ഉപയോഗിച്ചു എന്ന പരാതി കേൾക്കേണ്ടി വരും, ആരോപണം കേൾക്കേണ്ടി വരും. അതല്ലെങ്കിൽ നടപടികൾ ആരംഭിക്കണം വീട് നിർമ്മിക്കാൻ. അതിനുള്ള യാതൊരു നീക്കവും KPCCയോ
കോൺഗ്രസ് നേതൃത്വമോ നടത്തുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ പി രാജീവ് പൊട്ടിച്ച ഈ വെടി വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ ചർച്ചയായി മാറും.